ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻനിഫ്റ്റി സെൻസെക്സിന്റെ നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾക്ക് അറിയാം ഇന്നത്തെ മൂവ്മെന്റ് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. നിഫ്റ്റി ഏകദേശം 169 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയ നല്ലൊരു അപ്പ് മൂവ്മെന്റ് ഇത് തന്നെ നമുക്ക് പറയണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 24,200 റെസിസ്റ്റൻസ് വൺ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണത്. ഈ റെസിസ്റ്റൻസ് വണ്ണിന്റെ അവിടെ കറക്റ്റ് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഇത്തിരി ബെറിഷ് ആയിട്ട് പോയി മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു, റെസ്പെക്ട് ചെയ്തു. എന്നിട്ട് 24,167 ക്ലോസ് ചെയ്തിരിക്കണേന് ഗൈസ്. താഴെയുള്ള 190 പോയിന്റ്സ് ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പും കൂടി ഇവിടെ കൺസിഡറേഷനിൽ എടുക്കാനുണ്ട്. അതായത് ഒരു 50 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ. ഈ 50 പോയിന്റ്സ് 47 പോയിന്റ് സംതിങ് ഉണ്ട്. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ടാണ് 50 പോയിന്റ്സ് പറഞ്ഞത്. ഈ 50 പോയിന്റ്സ് ഗ്യാപ്പും കൂടി നമ്മൾ കൺസിഡറേഷനിൽ എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചാണ് ഇന്നത്തെ അനാലിസിസിലോട്ട് കടക്കാനുള്ളത്. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോ ഇന്ന് ആദ്യമേ തന്നെ ആ 50 പോയിന്റ്സ് ഗ്യാപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ 50 പോയിന്റ്സ് ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ലെവൽസ് ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടതുണ്ട്. ഇനി കാര്യം മാർക്കറ്റ് ഇനി സപ്പോർട്ടൊക്കെ നോക്കാൻ നേരത്തെ ഈ ഗ്യാപ്പ് ക്ലോസിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം സർട്ടൻ ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്നതായിരിക്കും. ഇവിടുത്തെ 190 പോയിന്റ്സ് ഗ്യാപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 190 പോയിന്റ്സ് ഗ്യാപ്പ് അതിപ്പോഴും ക്ലോസ് ആയിട്ടില്ല. മാർക്കറ്റ് പതുക്കെ റിക്കവറി സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് എന്നൊക്കെ അടുത്ത ആഴ്ചത്തേക്കുള്ള അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നാളെ പ്രത്യേകിച്ച് ഫ്രൈഡേ ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് കൂടി നാളത്തെ ക്ലോസിംഗ് ഇമ്പോർട്ടന്റ് ആയിരിക്കും. മൺഡേയിലത്തെ ഓപ്പണിങ്ങിലോട്ട് അത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 24,167 എന്ന ലെവലിലാണ് ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. എല്ലാവരും ഓർത്ത് കോൺട്രാക്ട് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സെൻസെക്സ് ഇന്ന് നല്ലൊരു മൂവ്മെന്റ് ആണ് നൽകിയത്. ഞാൻ താഴത്തോട്ട് സെൻസെക്സിലോട്ട് എത്തുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,500 ആയിരിക്കും. അതായത് നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് മെയിൻ റെസിസ്റ്റൻസ് ലെവല് വീക്കിൽ വെച്ച് നോക്കാൻ നേരത്ത്. പക്ഷേ ഇൻട്രാഡേയില് നോക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നത് നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത് 24,250 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 24,250 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് വൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാലേ പിന്നെ മുകളിലോട്ടുള്ള മേജർ റെസിസ്റ്റൻസിലോട്ടൊക്കെ പോകുള്ളൂ. ഇപ്പൊ തൽക്കാലം നാളത്തേക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ 24,250 ആണ്. പിന്നെ താഴത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത് 24,100 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 24,100 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ഒരു കാര്യവും കൂടി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ താഴത്തെ 50 പോയിന്റ്സ് ഗ്യാപ്പ്. അപ്പൊ ഈ 24,100 ഞാൻ എഴുതിക്കോട്ടെ. 24,100 ബ്രേക്ക് ഔട്ട് ചെയ്ത്, അതായത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആണ് അത്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ 50 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അപ്പൊ നോക്കാനുള്ള എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക 1 അവർ ടൈം ഫ്രെയിമിൽ. അത് മാത്രമല്ല നല്ലൊരു ബെയറിഷ് എൻഗൾപ്പിംഗ്, മർബോസു ബെയറിഷ് ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ 50 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അപ്പൊ നല്ലൊരു ട്രേഡ് എടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 24,250 ബ്രേക്ക് ഔട്ട് ആയാലേ നമുക്ക് ഇവിടെ നിന്നൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുകയുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. അതും ഒരുപാടല്ല, ആവറേജ് മൂവ്മെന്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് നമുക്ക് മുകളിലോട്ട് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല മിനിമൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ക്ലോസ് ആകാത്ത ഗ്യാപ്പാണ്. മുകളിലുള്ള ഗ്യാപ്പ് പണ്ട് ഫോം ചെയ്തതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7th മെയിൽ ഫോം ചെയ്തതാണ്. ഇതുവരെ ക്ലോസ് ആകാത്ത ഒരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്തിടാം. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 40 പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ മുകളിലോട്ട് പോയാൽ നമുക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ക്യാൻഡിൽസ് നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ വിചാരിച്ച പോലെയുള്ള
ഒരു മൂവ്മെന്റും ഔട്ട്പുട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും താഴ്ത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് മെയിൻ ഒരു ഡേഞ്ചർ സോൺ ആയിട്ട് നോക്കാനുള്ളത് 24,000 എന്ന ലെവലാണ്. ഇപ്പൊ മാർക്കറ്റ് ആ ലെവലൊക്കെ താണ്ടിയാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഇതാണ് ആ ലെവൽ വരുന്നത് 24,000. ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇൻട്രാഡേ സപ്പോർട്ട്, ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് വീണ്ടും താഴ്ത്തോട്ടുള്ള ഒരു ബെയറിഷ് ബ്രേക്ക് ഡൗൺ മൂവ്മെന്റ് സംഭവിക്കുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം 50 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. 50 പോയിന്റ്സ് ഗ്യാപ്പിന് ശേഷം ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ, ഒരു നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റീട്രേസ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ 50 പോയിന്റ്സ് ഗ്യാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ റീട്രേസ് ആവാൻ വേണ്ടിയുള്ള കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നും കൂടി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഡബിൾ കൺഫർമേഷനും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സ് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2 ബാച്ചസ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കോഴ്സിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണമെന്ന് പറയാം. ഫേസ് ടു ഫേസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ്, ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ്, റിയൽ ടൈം Q&A വാട്സ്ആപ്പ് സപ്പോർട്ട്, അത് ലൈഫ് ടൈം കിട്ടുന്നതായിരിക്കും. സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക്, സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം പേഴ്സണൽ സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. ലെവൽസ് പറഞ്ഞു കൊടുക്കാനല്ല, പിന്നെയും ഞാൻ എടുത്ത് പറയുന്ന ലെവൽസ് പറഞ്ഞു കൊടുക്കാനല്ല, എങ്ങനെയാണ് പാറ്റേൺസ്, ഫിബിനോക്കി, ടെക്നിക്കൽസ്, പ്രൈസ് ആക്ഷൻ, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ എപ്പോൾ ഉപയോഗിക്കണം, കാൻഡിൽ അനോട്ടോമി, ഇൻഡെപ്ത് ഫ്രം ദ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കാം. ഇനി റെക്കോർഡിങ്സ് വേണമെങ്കിൽ റെക്കോർഡിങ്സും പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇതെല്ലാം ലൈഫ് ടൈം ആക്സസ് ആണ്. 1 ടൈം പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. പേപ്പർ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കാശ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് സ്വന്തം മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ, എവിടെയാണ് തെറ്റ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എക്സ്ട്രാ ബോണസ് ആയിട്ട് 2 കാര്യങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റ് ബോണസ് നമ്മൾ കൊടുക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ ആണ്. ഇൻഡെപ്ത് ആയിട്ടുള്ള അഡ്വാൻസ് ലെവൽ ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ബോണസ് നമ്മൾ കൊടുക്കുന്നത് റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ ആണ്. നമ്മൾ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 25,997 പ്രൈസിങ് വരുന്ന കോഴ്സ് ആണ് നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് 5,999 കൊടുക്കുന്നത്. ഏർലി ബേർഡ് ഓഫർ ആണ്. നമ്മൾ ഇപ്പോൾ മൺസൂൺ സീസണെ പ്രമാണിച്ച് നമ്മൾ കൊടുക്കുന്ന ഏർലി ബേർഡ് ഓഫർ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് സ്ട്രക്ചറോ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സിന്റെ സ്ട്രക്ചർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം. ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 58,700 വളരെ ഇമ്പോർട്ടന്റ് ഒരു ലെവലാണെന്ന്. അതാണ് നമ്മൾ റെസിസ്റ്റൻസ് 2 ആയിട്ട് ഇതിനു മുമ്പേ മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാം, 58,700 അവിടെ നിന്നാണ് ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 58,500 നമ്മൾ റെസിസ്റ്റൻസ് 1 മാർക്ക് ചെയ്തിരുന്നു. അതും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് പതുക്കെ താഴ്ത്തോട്ട് വരാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം കംപ്ലീറ്റ് സൈഡ് വേസ് എന്നേ പറയാനുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1.40 എന്ന് പറയാൻ നേരത്തെ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം അത് ഇൻഫിനിറ്റ് മൂവ്മെന്റ് ആണ്. കാര്യമായിട്ട് മൂവ് ചെയ്തില്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. സൈഡ് വേസ്, ഫുള്ളി സൈഡ് വേസ് ആയിരുന്നെന്ന് പറയാം. വലിയ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ ഇന്ന് ക്ലോസ് ചെയ്തത് 57,967 എന്ന ലെവലിലാണ് ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 58,013.35, 1.40 പോയിന്റ്സ് അപ്പ്, 0.00%. ലിറ്ററലി വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എടുത്തു നോക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ ഫോർമേഷന്റെ ലക്ഷണമായിട്ടാണ് ഇന്നത്തെ ഫുൾ ഒട്ടും മൂവ്മെന്റ് ഇല്ലാണ്ട് ഇരുന്നത്. സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടാണ്. ഏകദേശം 57,500 വരെ ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് താഴ്ത്തോട്ടൊരു ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം സെമിട്രിക്കൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ സെമിട്രിക്കൽ ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ നേരത്തുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക്
ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ആണോ ബെയറിഷ് ബ്രേക്ക് ഔട്ട് ആണോ എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ഒരു ലെവൽ 1 അവറിലെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ താഴ്ത്തോട്ടാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ആവണമെന്ന് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് 2 വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആണ്. ഒന്ന് വരുന്നത് 58-200. 58-200 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് നാളെ ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന അടുത്ത ലെവൽ എന്ന് പറയുന്നത് 58-400. 58-400 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ലെവൽ ബ്രേക്ക് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് 58-200 നടക്കണം, പിന്നെ 58-400 നടക്കണം. ഏതെങ്കിലും ഒരു വശത്തോട്ട് ബ്രേക്ക് ഔട്ട് നടന്നാല് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺസിൽ ഒരു ബുള്ളിഷ് മൂവ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ട്രിക്കി കാര്യമുണ്ട്, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ട്രിക്കി കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് താഴ്ത്തോട്ടുള്ള സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ മെഷർ ചെയ്ത് കാണിച്ചു തരാം. താഴ്ത്തോട്ടുള്ള മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ 361 പോയിന്റ്സേ ഉള്ളൂ. നമ്മളിപ്പോ ക്ലോസ് ചെയ്ത് എടുത്തത് നോക്കുവാണെങ്കിലും ഏകദേശം 500 പോയിന്റ്സേ ഉള്ളൂ. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150-200 പോയിന്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി തന്നെ ഇത് ഡബിൾ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ വല്ല ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റ് ഇവിടം വരെ പോയതിനു ശേഷം ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്ന് തോന്നിക്കണ രീതിയിൽ ബ്രേക്ക് ഔട്ട്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പോയതിനു ശേഷം പിന്നെ ഇവിടെ നിന്ന് ബുള്ളിഷ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴെ വന്ന് ബുള്ളിഷ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 57,500 എന്ന ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. കാര്യം ഇതും ബ്രേക്ക് ഔട്ട് ആയി, അതായത് ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ കാൻഡിൽ കൺഫർമേഷനിൽ ഇത് ഫുള്ളി ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ സെല്ലോ സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇത് പലവർക്കും ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളുടെ സമയത്ത് വരുന്ന ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ വരുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പൊ ഈ ഒരു ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണാം. ഈ ഒരു ഏരിയ വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണാം. താഴത്തോട്ട് വന്ന് ഈ ലെവല് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ബെയറിഷ് ക്യാൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതേസമയം ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സ് ലിസ്റ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്ന ഇൻഡിഗോ, M&M, മാക്സ് ഹെൽത്ത്, മാരുതി, ടാറ്റ കൺസ്യൂമബിൾസ്, നെസ്ലെ ഇന്ത്യ, ഡോക്ടർ റെഡ്ഡി, ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഓട്ടോ എന്നിവയൊക്കെയാണ് മെയിൻ ഗെയിനേഴ്സ് വന്നിരിക്കുന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് ONGC ആണ്. അതിന്റെ പുറകെ ഉള്ളത് ഹിൻലാൽകോ, പവർ ഗ്രിഡ്, ടെക്കം, ഭാരതി എയർടെൽ, SBI ലൈഫ് എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും കൂടി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാണിച്ചത് SBI ആണ്. ബാക്കിയെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ICICI ബാങ്ക്, കൊടാക് ബാങ്ക്, HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, PNB ബാങ്ക് ഇതൊക്കെയാണ് കുറച്ച് ഗെയിനേഴ്സ് ആയിട്ട് മൂവ് ചെയ്തത്. ലൂസേഴ്സ് ലിസ്റ്റിൽ വരുന്നത് ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് AU ബാങ്ക് ആണ്. 2.66% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയത്. പിന്നെ അതിന്റെ തൊട്ട് പിറകെ ഇൻഡസ് ബാങ്ക്, കാനറ ബാങ്ക്, യെസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഇതൊക്കെയാണ് ലൂസേഴ്സ് ആയിട്ട് വന്നത്. ഇനി സെക്ടർ ആൻഡ് ഇൻഡിസസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബുള്ളിഷ് ആയിരുന്നു. നല്ലൊരു മൂവ്മെന്റ് നൽകി. ഇവൺ ദോ മൂവ്മെന്റ് ബുള്ളിഷ് ആണെങ്കിൽ കൂടിയും നമ്മുടെ നിഫ്റ്റി സ്മോൾ ക്യാപ് സീരീസ് എല്ലാം 1% മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. ബാക്കിയെല്ലാം 1% വരെ ഇല്ലെങ്കിലും സാമാന്യം നല്ല ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ഒരു സ്ട്രെയിറ്റ് മൂവ്മെന്റ് ആണ് തന്നത്. പിന്നെ സെക്ടോറിയലിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT നല്ലൊരു പെർഫോമൻസ് ആണ് നൽകിയത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു നിഫ്റ്റി IT വളരെയധികം, ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിരുന്നത് നിഫ്റ്റി IT വളരെയധികം ശ്രദ്ധിക്കണം. ആ സെക്ടർ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇനി അത് താഴത്തോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിൽ ആ റിഫ്ലക്ഷൻ, ഇന്ത്യൻ മാർക്കറ്റിൽ ആ റിഫ്ലക്ഷൻ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്ത റിഫ്ലക്ഷൻ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഒക്കെ കാണിച്ചു. പിന്നെ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി മിഡ് സ്മോൾ ഫൈനാൻഷ്യൽ സർവീസസും ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്
കംപ്ലീറ്റ്ലി ഒന്നും മൂവ്മെന്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി സീറോ മൂവ്മെന്റ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഫിനിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിനിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഫിനിഫ്റ്റിയിലെ മൂവ്മെന്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 26,900 റെസിസ്റ്റൻസ് 1 മൂവ്മെന്റ് ചെയ്ത് പിന്നെ അതിനുശേഷം 27,050 റെസിസ്റ്റൻസ് 2 ടച്ച് ചെയ്താണ് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയത്. ഓക്കെ, പിന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ പോയിന്റ്സ് മൂവ്മെന്റ് നോക്കിയാൽ 64 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. 0.24% ആണ് പെർസെന്റേജ് വൈസ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. ഇവിടെ മൊത്തത്തിൽ ഇന്നത്തെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ, അതായത് ഇന്നത്തെ 2 ജൂലൈയിലെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇതും ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. അത്ര വലിയൊരു മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ബുള്ളിഷ് ആണെങ്കിൽ പോലും അത്ര വലിയ മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ 64 പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സൈഡ് വേസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മെയിൻലി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് അത്ര വലിയ മൂവ്മെന്റ് ഇന്ന് കാണിച്ചില്ല. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അഫ്കോഴ്സ് നമുക്ക് ഇവിടെ താഴെ 250 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്, അത് ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫ്രഷിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്, അതായത് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,845 എന്ന ലെവലിലാണ് ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 26,862.40. അപ്പോൾ ഇവിടെയും നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ കാണിച്ച പോലെ തന്നെ സെയിം ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ കാണാം. അപ്പൊ ഏതെങ്കിലും ഒരു വശത്തോട്ട് ബ്രേക്ക് ഔട്ട് ആണ് എന്നാൽ മാത്രമേ നമുക്ക് ഏത് സൈഡിലോട്ടാണ് മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് അനാലിസിസിലോട്ട് കടക്കാം. അപ്പോ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മൂവ്മെന്റ് ഇത്തിരി ട്രിക്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ 2 സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത്, ഒന്ന് 26,700 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് നോക്കാനുള്ളത്. 26,700 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടായിരിക്കും. ഇത് 26,500 ആയിട്ട് വരും. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ 26,500. ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെയും ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ 26,500 കഴിഞ്ഞ് ഒരു ബെയറിഷ് ക്യാൻഡിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ ബ്രേക്ക് ഔട്ട് നടന്നെന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ബെയറിഷ് ആയിട്ട് സിമെട്രിക്കൽ ട്രയാങ്കിൾ സെല്ലർ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റിന്റെ ആവറേജ് വാല്യൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 345 പോയിന്റ്സ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട് 200 പോയിന്റ്സ്, 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ് ഡൗൺ ഒന്നും ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ വന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് പിന്നീട് റീട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണാം. ഇവിടെ ഈ റെഡ് ക്യാൻഡിലിന് പകരം ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിളുടെ ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് വരണമെങ്കിൽ നമുക്ക് നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 27,000 എന്ന ലെവലാണ്. ആണെങ്കിൽ 27,050 എന്നും എടുക്കാം. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. 27,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ, അതായത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയാൽ നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിളുടെ ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നടക്കുന്നതായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴ്ത്തോട്ടുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇത്തിരി ട്രിക്കിയാണ് ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പോൾ സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി പോലെ തന്നെ സെൻസെക്സിൽ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്തത്. സെൻസെക്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ് 77,800 റെസിസ്റ്റൻസ് 2, 77,500 റെസിസ്റ്റൻസ് 1 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇന്ന് 77,500 റെസിസ്റ്റൻസ് 1 മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ബെയറിഷ് മൂവ്മെന്റ് ആയി 77,449 എന്ന ലെവലിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 579 പോയിന്റ്സ് നല്ല മൂവ്മെന്റ് ആണ്, നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ് സെൻസെക്സിൽ 579 എന്ന് പറയുമ്പോൾ ബുള്ളിഷ് ആയിട്ട് തന്നെ നമ്മൾ കാണുള്ളൂ. 0.75% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഇനി നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലൈക്ക്
നല്ലൊരു മൂവ്മെന്റ് എക്സ്പയറി ദിനത്തിൽ സെൻസെക്സ് നൽകിയിട്ടുണ്ട്. അത് നല്ല കാര്യം. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്യുക. ആദ്യമേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പൊ ആദ്യമേ തന്നെ ഈ ഗ്യാപ്പ് ഒന്ന് പൊസിഷനിൽ വെച്ചോട്ടെ. അപ്പോൾ താഴെയുള്ള 550 പോയിന്റ്സ് ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ ഒരു പുതിയ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായേക്കുന്നത് ഇവിടെയാണ്. ഇന്നത്തെ മൂവ്മെന്റിലാണ്, ഇന്ന് മോർണിംഗ് മൂവ്മെന്റിലാണ് ഈ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായത്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഏകദേശം 132 പോയിന്റ്സ് ആണ്. ഞാനിവിടെ എഴുതിയിടാം 132 പോയിന്റ്സ്. ഈ ഗ്യാപ്പ് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഈ ഈ 132 പോയിന്റ്സ് ഗ്യാപ്പ് പെട്ടെന്ന് ഫില്ലാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 500 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 77,449 ലാണ് നമ്മുടെ ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 77,502.12 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിൽ നാളത്തേക്കുള്ള ലെവൽസ് നോക്കാം. അപ്പോൾ നമുക്കിനി നോക്കണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 77,800 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 77,800. ഇതാണ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത് 77,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 77,000. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. കാര്യം ഈ 77,000 ബ്രേക്ക് ഔട്ട് ആയാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, 132 പോയിന്റ്സ് ഈസിലി ക്ലോസ് ആവും. നല്ലൊരു ഈസി ട്രേഡ് എടുക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ലെവൽസ് വളരെയധികം ശ്രദ്ധിക്കുക. നാളത്തെ ട്രേഡ് വളരെ സൂക്ഷിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഫ്രൈഡേ ക്ലോസിംഗ് ആണ്. ഇന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകിയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നൽകിയതാണ്. അതായത് ഫിനാൻഷ്യൽ സർവീസസും സൈഡ് വേസ് മൂവ്മെന്റ് നൽകിയാണ്. അതുകൊണ്ട് നല്ലൊരു ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് 8870135772. ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. അതിനുശേഷം തിരിച്ച് പഴയ പ്രൈസിലോട്ട് കോഴ്സിന്റെ പ്രൈസ് മാറുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.